അമ്മാമ്മേ, ഇന്ന് മാതാവിനെ കുറിച്ച് എന്ത് കഥയാ പറഞ്ഞു തരുന്നേ? ആ അങ്ങനെ ദേവാലയത്തിൽ വളർന്ന കുഞ്ഞുമേരിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് അന്നമോൾക്ക് അറിയണ്ടേ? വേണം അമ്മാമ്മേ, എനിക്കറിയണം. ദൈവ സാന്നിധ്യത്തിലും ഏകാന്ത പ്രാർത്ഥനയിലും മറ്റു കന്യകന്മാർക്കൊപ്പം അവൾ വളർന്നു വന്നു. എല്ലാ ദിവസവും മാലാഖമാർ അവളെ സന്ദർശിക്കുമായിരുന്നുവെന്ന് യാക്കോബിന്റെ ആദ്യ സുവിശേഷം പറയുന്നു. ഒരു ഐതിഹ്യ സംഹാരത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: 14-ാം വയസ്സിലായിരുന്നു മറിയത്തിന്റെ വിവാഹ വാഗ്ദാനം. യഹൂദ ദേവാലയത്തിൽ വളർന്നതിനാൽ അവൾക്കു വേണ്ടിയുള്ള വരനെ യഹൂദ പുരോഹിതന്മാരാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. യഹൂദ നിയമം അനുസരിച്ചും മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുമായിരുന്നു ചടങ്ങുകൾ. മറിയത്തിനോടൊപ്പം വളർന്ന മറ്റു കന്യകന്മാർക്ക് ഇതിനോടകം വരന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞു. മറിയത്തിൻ്റെയും ജോസഫിൻ്റെ വിവാഹം എങ്ങനെ നടന്നുവെന്ന് അമ്മാമ്മ നാളെ പറഞ്ഞു തരാവേ.